നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് അഥവാ ഫാക്ട് എന്ന പേര് മലയാളികൾക്കിടയിൽ സുപരിചിതമാണ്. ഈ പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെ 8 വളം നിർമ്മാണ കമ്പനികൾ സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നത്. 2022 നീതി ആയോഗ് ഈ 8 വളക്കമ്പനികൾ സ്വകാര്യവൽക്കരിക്കാൻ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവയുടെ വിൽപ്പന പുനരാരംഭിക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ചയിൽ വ്യവസായ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ TS ചന്ദ്രൻ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ അസോസിയേറ്റ് പ്രൊഫസറും വിസിറ്റിംഗ് ഫാക്കൽറ്റിയുമായ അനിത കുമാരി, ഫാക്ട് വർക്കേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ജോർജ് തോമസ്, മൈഫിൻ റിസോഴ്സ് ഹെഡ് പ്രദീപ് ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുക്കുന്നു. ശ്രീ TS ചന്ദ്രൻ, കഴിഞ്ഞ 6 വർഷമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫാക്ട്. ഈ അവസരത്തിൽ ഇത് സ്വകാര്യവൽക്കരിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഇതിൻ്റെ നേട്ടം? ഈ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് നമ്മൾ പൊതുമേഖലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലൊരു എന്താ പറയുന്നത്, ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെങ്കിൽ പോലും അത് പൊതുമേഖലയിൽ വേണം എന്ന് പറയുന്ന ആളുകളാണ് പൊതുവെ ഉള്ളത്. ഇപ്പൊ ഫാക്ടറി രൂപീകരിക്കുന്നത് 1943 ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ അത് ഈ സ്വകാര്യ വ്യക്തികൾക്ക് കടന്നു വരാനും ഇൻഡസ്ട്രികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെയുള്ള കേപ്പബിലിറ്റി ഇന്ത്യയിലെ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് ഒരു അനിവാര്യതയായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യം നേടി ഇത്രയും കൊല്ലം കഴിഞ്ഞു, ഇനിയും ഇതുപോലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ പൊതുമേഖലയിൽ നിലനിൽക്കണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഒരു സർക്കാർ ഒരിക്കലും വ്യവസായമോ വാണിജ്യമോ ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ്. സർക്കാർ എന്ത് ചെയ്യണം? രാജ്യത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ സംരംഭകർക്ക് ഉണ്ടാക്കി കൊടുത്ത് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവന്ന് അത്തരം വ്യവസായങ്ങളെ ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്ത് രാജ്യത്തിന് മുതൽക്കൂട്ടായിട്ട് കൊണ്ടുപോകണം. അതിന് ഏറ്റവും നല്ല ഒരു ചാനൽ എന്ന് പറയുന്നത് എപ്പോഴും സ്വകാര്യ മേഖലയിൽ നിർമ്മാണ സേവന സ്ഥാപനങ്ങൾ വരിക എന്നുള്ളതാണ്. അതേസമയം സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനമായ FSCT കഴിഞ്ഞ വർഷങ്ങളായിട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 22-23 കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ 600 ചില്ലാനും കോടി രൂപ ലാഭം ഉണ്ടാക്കിയെന്നാണ് അതിന്റെ കണക്ക് നാം മനസ്സിലാക്കുന്നത്. പക്ഷെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ്. ഇപ്പൊ ലാഭം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ഇവിടെ സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സാധാരണ വ്യവസായങ്ങൾ നടത്തേണ്ടത് എപ്പോഴും സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ ആയിരിക്കണം എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വകാര്യ കമ്പനികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ക്യാപിറ്റലാണ്. മറ്റ് പല വികസിത രാജ്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ചൈന എടുത്താലും ശരി, മറ്റ് ഏതൊരു വികസിത രാജ്യങ്ങളെ എടുത്താലും ശരി, അവിടെയൊക്കെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു GDP അത് വർഷം തോറും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും താങ്കൾ പറഞ്ഞ ഉദാഹരണങ്ങൾ വ്യക്തമാണ്. പക്ഷേ ഫാക്ടിന്റെ ഒരു കാര്യത്തിൽ ഫാക്ട് സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ട് എന്ത് വ്യത്യാസമുണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഫാക്ട് സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ട് അതിന്റെ ടെക്നോളജി ഇനിയും കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പം 40 തുടങ്ങി 90 കാപ്രോലാക്ടം പ്ലാന്റ് വന്നു. അതിനുശേഷം എന്താണ് അവിടെ വന്നിട്ടുള്ളത്? അതിനുശേഷം ലേബറിനെ ഇൻടേക്ക് ചെയ്യുന്നതിൽ ഏതെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? കാലാനുസൃതമായിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഫാക്ട് വിജയിച്ചിട്ടുണ്ടോ? വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി അനിതകുമാരി, ഫാക്ടിന്റെ സ്വകാര്യവൽക്കരണം, ഫാക്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമായ ഒരു പദ്ധതിയായിരുന്നു. അതിന്റെ സ്വകാര്യവൽക്കരണം കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തിൽ എന്തു മാറ്റമാണ് കൊണ്ടുവരിക?
കാരണം ഈ സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണുള്ളത്. ഇപ്പം കേരള ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണെങ്കിലും, നമ്മൾ പ്രത്യേകിച്ചും ഫാക്ട് എന്ന് പറയുന്ന സ്ഥാപനം മൂന്നാം പഞ്ചവത്സര കാലത്താണ് നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് കേന്ദ്ര പൊതുമേഖലയിലോട്ട് കൊണ്ടുവരികയും കേന്ദ്രം അതിൽ കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടായ ഒരു പശ്ചാത്തലം. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇത് ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അതായത് ബംഗാൾ ഫാമിനൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ അഗ്രികൾച്ചറിന്റെ ആ ഒരു പിന്നെ എന്താണ് പറയേണ്ടത്, അതായത് ഈൽഡ് വർധനവിന് അനുകൂലമാക്കിക്കൊണ്ടാണ് നമ്മൾ അത് ഇൻക്രീസ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫാക്ട് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ ഉണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും ഫാർമേഴ്സിന് ഈ ഒരു വളനിർമ്മാണത്തിലൂടെ തന്നെ ഒരു പൊതുമേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കുറച്ചുകൂടെ ലാഭകരമായിട്ട് അവർക്ക് വളത്തിന്റെ ലഭ്യത ഉണ്ടാവുകയും അത് അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യും. അതുവഴി നമ്മുടെ GDP തന്നെ ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ ആയ അഗ്രികൾച്ചർ നിലനിൽക്കുമ്പോൾ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു പൊതു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പ്രദീപ് ചന്ദ്രശേഖരൻ, ഫാക്ട് ഓഹരികളിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 6-7 മാസമായിട്ട് ശക്തമായൊരു മുന്നേറ്റമാണ് ദൃശ്യമാകുന്നത്. സ്വകാര്യവൽക്കരണം ഈ ഓഹരിയുടെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? ജെയിംസ്, നമ്മൾ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് FACT മാത്രമല്ല, മദ്രാസ് ഫെർട്ടിലൈസർ, നാഷണൽ ഫെർട്ടിലൈസർ, പാരാദീപ് ഫോസ്ഫേറ്റ്സ്, ഏത് പൊതുമേഖല ഫെർട്ടിലൈസർ കമ്പനിയുടെ ഷെയർ പ്രൈസ് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തിനിടെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കൊരു ടേൺ റൗണ്ട് കാണാൻ സാധിച്ചു. ആൻഡ് അതിനെ തുടർന്ന് FACT പോലെയുള്ള എല്ലാ ഷെയർസും അതിൻ്റെ ഓൾ ടൈം റെക്കോർഡ് ഹൈ ലെവൽസിൽ ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് അങ്ങനെ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഐ പേഴ്സണലി തിങ്ക് ഇത് വളരെ പോസിറ്റീവ് ആയിരിക്കും ഫോർ ദീസ് ഫെർട്ടിലൈസർ പബ്ലിക് സെക്ടർ കമ്പനീസ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഷെയർ പ്രൈസ് ഈ കറന്റ് ലെവൽസിൽ നിന്ന് ഒത്തിരി കയറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ ഈ തരത്തിൽ പ്രൈവറ്റൈസേഷൻ വന്ന സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ വ്യത്യാസം ഉണ്ടാകാറില്ലേ? അത് മുമ്പോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ FACT പോലെ FACT അതല്ലെങ്കിൽ ഏത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എടുത്തു കഴിഞ്ഞാലും ഗവൺമെന്റിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കമ്പനികളുടെയൊക്കെ ടെക്നോളജി ലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഇത് വികസിപ്പിക്കാനും ഒക്കെ ഗവൺമെന്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു ഡു ഗുഡ് ഫോർ ദ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. ആൻഡ് തീർച്ചയായിട്ടും FACT പോലെ സ്ഥാപനത്തിന് അത് ഗുണം മാത്രമേ ലോങ് റണ്ണിൽ ചെയ്യാൻ പോകുന്നുള്ളൂ. വ്യക്തമാണ്, താങ്കളുടെ ഉത്തരം വ്യക്തമാണ്. ശ്രീ TS ചന്ദ്രൻ, ശ്രീമതി അനിതകുമാരി പറഞ്ഞതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് വെറും ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമല്ല. അതിനുവേണ്ടി അല്ലല്ലോ ഗവൺമെൻറ് ഇതൊക്കെ നടത്തുന്നത്. ആ അർത്ഥത്തിൽ ഈ സമയത്ത് ഫാക്റ്റിൻ്റെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് കേരളത്തോട് ചെയ്യുന്നൊരു അനീതിയാണെന്ന് കരുതുന്നുണ്ടോ? ഈ ഫാക്ട് ആയാലും ശരി, ഏത് പൊതുമേഖലാ സ്ഥാപനമായാലും ശരി, ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളതല്ല. അപ്പൊ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ പൊതുമേഖലകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്, രാഷ്ട്രീയം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായാൽ, FACT ആയാലും ശരി, ടെൽക്ക ആയാലും ശരി, ഏതൊരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായാലും ശരി, അവിടെ ഇപ്പൊ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ മത്സരിച്ച് തോറ്റ ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത ജനപ്രതിനിധികൾക്കൊക്കെ കയറിയിരിക്കാൻ ഒരു സീറ്റ് കിട്ടും, കുറച്ച് അവരുടെ പാർട്ടിക്കാരെ അതിനകത്ത് തിരികെ കയറ്റാൻ പറ്റും എന്നതിനപ്പുറം എന്ത് സുരക്ഷയാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ നടക്കുന്നത്? ഇവിടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ട്രേഡ് യൂണിയനുകളും ഉണ്ടാവുകയും ട്രേഡ് യൂണിയനുകളുടെ നേതാക്കന്മാർക്ക് ഇത്ര ദിവസം ജോലിക്ക് വരണ്ട എന്നുള്ള തീരുമാനങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ട്
ഈ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ള നേട്ടം എന്താണ്? ഞാൻ പറയുന്നത് ഇത് എത്രയോ വലിയ പുരോഗതി ഉണ്ടാക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഒന്നാം തരം മാനുഫാക്ചറിങ് കമ്പനിയായി വളരേണ്ടുന്ന ഒരു സ്ഥാപനം അത് ഈ ഒരു ലെവലിൽ ലിമിറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ അതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പം അനിതകുമാരി മാഡം പറഞ്ഞൊരു കാര്യം, ഈ കർഷകർക്ക് വില കുറച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1947-കളിലൊക്കെ നമ്മുടെ കാർഷിക വിപ്ലവത്തിന് വലിയ ഒരു മുതൽക്കൂട്ടായത് ഈ വളം തന്നെയാണ്. പക്ഷെ അന്നത് ആവശ്യമായിരുന്നു. ഇന്നിപ്പോ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നാം ജീവിക്കുന്നത്. അത്ര കോമ്പറ്റേറ്റീവായി നിന്നുകൊണ്ട് പരമാവധി മാർക്കറ്റ് എക്സ്പ്ലോയിറ്റേഷൻ നടത്തിക്കൊണ്ടല്ലാതെ ഒരു സ്ഥാപനങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അവർ നിശ്ചയമായും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരണം. സ്വകാര്യ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ തീർച്ചയായും. ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ ശ്രീ ചന്ദ്രൻ, ഇത് ഈ കാർഷിക മേഖലയുമായിട്ട് ഇത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ കൃഷി നമ്മുടെ അടിസ്ഥാന മേഖല തന്നെ ആയിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ള വളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി തികച്ചും ഒരു ബിസിനസ് താല്പര്യത്തോടു കൂടി മാത്രമാകുന്നത് നമ്മുടെ പൊതുസമൂഹത്തിനും അല്ലെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന മേഖലയ്ക്കും അത് ഗുണകരമാകുമെന്നാണോ താങ്കൾ കരുതുന്നത്? ഇതിലൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പൊതുമേഖലാ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളം അത് വലിയ തോതിൽ ഗവൺമെന്റും മറ്റ് ഏജൻസികളും സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കർഷകരിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ വള സബ്സിഡി കൊടുക്കുക നിർത്തലാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഈ വളത്തിന്റെ സബ്സിഡി കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് അത് സ്വകാര്യ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ച എന്താ കുഴപ്പം? ഒരുപക്ഷെ ഇന്നത്തേക്കാൾ ഞാൻ വിചാരിക്കുന്നത് ഇത് സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ് എങ്കിൽ ഇന്നത്തേക്കാൾ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ വളം കർഷകർക്ക് ലഭ്യമാക്കാൻ പറ്റും. സർക്കാരിന്റെ സബ്സിഡി ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ഇന്നത്തെ റേറ്റിന് അത് കൊടുക്കാൻ കഴിയും. കാരണം എക്കോണമീസ് ഓഫ് സ്കെയിൽ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ എക്കോണമീസ് ഓഫ് സ്കെയിൽ ഇല്ല. അത്ര തലത്തിലേക്ക് ചിന്തിച്ച് പ്ലാൻ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി അനിതകുമാരി, ശ്രീ ചന്ദ്രൻ പറഞ്ഞതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതോടെ അവിടെ പ്രവർത്തന മേഖല, അവരുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും ഗവൺമെൻറ് സബ്സിഡി കൊടുത്ത് കർഷകർക്ക് വളം ലഭ്യമാക്കുന്ന നടപടി തുടരുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ളൊരു ദോഷം? ചന്ദ്രൻ സാർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്, അതായത് ഈ സബ്സിഡി കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഇപ്പം ബഡ്ജറ്റിലെ സബ്സിഡിന്റെ നിരക്ക് നോക്കണം. ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്തൊരു അജണ്ടയുണ്ട്. ഈ വർഷങ്ങൾ കൊണ്ട് ഈ സബ്സിഡി ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യവും അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി കുറച്ചുകൊണ്ട് പിന്നെ സ്വകാര്യ മേഖല വന്നു കഴിഞ്ഞാൽ അവര് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമെന്നും, പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന അവരെ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പ്രൈസ് റൈസ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഇക്വിറ്റി കൺസിഡറേഷൻ ഉണ്ടല്ലോ, ഇനീക്വാളിറ്റി കുറയ്ക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ വെച്ചാണല്ലോ നമ്മള് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രമായാലും സംസ്ഥാനമായാലും ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്വകാര്യ മേഖല വന്നു കഴിഞ്ഞാല് നമുക്കെല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ശരിയാണ്, എഫിഷ്യൻസി കൂടില്ല എന്ന് ഞാൻ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇതിലിപ്പോ എന്താ സംഭവിക്കുന്നത്, പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ഈ ഫാക്ടിന്റെ ഷെയറുകൾ കുറച്ച് വിൽക്കുക, അതായത് നോൺ ടെക് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ് കുറച്ച് ഷെയർ സ്വകാര്യ കമ്പനികൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർ ഇതുവഴി വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അതുവഴി പിന്നെ ഫാക്ടിനെ അങ്ങ് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാൻ. പക്ഷേ അത് എത്ര കണ്ട് ശരിയാവോ എന്നുള്ളത് നമ്മൾ വളരെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. തീർച്ചയായും. ശ്രീ ചന്ദ്രൻ, ശ്രീമതി അനിതകുമാരി പറഞ്ഞ ഒരു പോയിന്റ്, കേരള ഗവൺമെന്റിന് വേണമെങ്കിൽ ഇത് നിലനിർത്താവുന്നതാണ്. KPPL പോലെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ഏറ്റെടുത്തതുപോലെ ഫാക്റ്റും ഏറ്റെടുത്ത് വേണമെങ്കിൽ കേരള ഗവൺമെന്റിന് ഇത് നിലനിർത്താൻ കഴിയില്ലേ? ഇത് പറയുമ്പോഴാണ് ഈ പുനലൂർ പേപ്പർ മില്ല് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ കുറെ തൊഴിലാളികളോട് ചോദിച്ചപ്പോ പറയുന്നത്,
അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഒരു പെർസെന്റേജ് പോലും കൊടുത്തിട്ടില്ല. ഇത് വലിയൊരു അവസ്ഥയിലേക്കാണ് ആ സ്ഥാപനം പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ സ്ഥാപനം കൂടുതലായിട്ട് സസ്റ്റെയിൻ ചെയ്യും എന്ന്. എന്തുകൊണ്ടെന്നാൽ അത് ഒരു ടെക്നോളജിയും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഒരു സ്വകാര്യ വ്യക്തി എടുക്കുന്നത് പോലുള്ള ഒരു ഇനീഷ്യേറ്റീവ് അതിലെടുക്കുമോ? ഇപ്പൊ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, 10 പൈസ കൊടുത്തിട്ടില്ല. എങ്ങോട്ടാണ് ഈ പോകുന്നത്? നമ്മുടെ ഈ കേരളം രക്ഷപ്പെടാനുള്ള ഏക മാർഗം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നഷ്ടത്തിൽ ഓടുന്ന KSRTC ഒക്കെ പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇത്തരം സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടാകുന്നുമില്ല. അതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ KSRTC ഒക്കെ സ്വകാര്യവൽക്കരിക്കാൻ പോയാലും അതിന്റെ മൊത്തം ലാൻഡ് ആസ്തികൾ വിറ്റാൽ പോലും ആ KSRTCയുടെ കടം തീരുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത്ര വലിയ കടത്തിലും അത്ര വലിയ പ്രോബ്ലത്തിലുമാണ്, ധനകാര്യ പ്രശ്നത്തിലുമാണ് KSRTC പോലുള്ള സ്ഥാപനങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുപോലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പറയും KSRTCക്ക് എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്ന 30-40 കോടി രൂപയാണ്. ഈ 30-40 കോടി രൂപ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ സാധാരണക്കാരൻ കൊടുക്കുന്ന ടാക്സിൽ നിന്നും അതുപോലെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതിയിൽ നിന്നുമല്ല ഈ 30-40 കോടി രൂപ ഓരോ മാസവും കൊടുക്കാനുണ്ടാകുന്നത്. നമ്മൾ ഇത്രമാത്രം ഓരോ പണവും ഇങ്ങനെ പമ്പ് ചെയ്ത് നിലനിർത്തേണ്ടതുണ്ടോ? ശ്രീ ചന്ദ്രൻ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറത്ത് ഇപ്പോൾ കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത കമ്പനിയുടെ കാര്യം തന്നെ പറയുന്നുണ്ട്. അതുപോലും ലാഭത്തിലാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ തന്നെ നഷ്ടത്തിൽ ഓടുന്ന ഒട്ടനേകം PSUകളുണ്ട്. ഇവയൊന്നും ലാഭത്തിലാക്കാനുള്ള ഒരു നടപടിയും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. തൊഴിലാളികൾക്ക് അതുകൊണ്ട് ഗുണമല്ല, നേട്ടമുണ്ടാവുന്നില്ല എന്നാണ് ശ്രീ ചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്കതിൽ പറയാനുള്ളത്, ഞാൻ കേരള ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചാണ് അങ്ങനെ ഒരു ചർച്ചയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇത് കേന്ദ്രത്തിന്റെ കയ്യിലാണ് ഇതിന്റെ ഷെയർ മൊത്തം ഇരിക്കുന്നത്. അപ്പൊ കേന്ദ്രം തന്നെ ഇതിനെ നിലനിർത്തണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലാതെ കേരള ഗവൺമെന്റ് അത് ഏറ്റെടുത്തിട്ട് അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിന്റെ കയ്യിലുള്ളതാണ്. അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സ്ഥാപനമായിട്ട് തന്നെ നിർത്തണം എന്നുള്ളതാണ് എന്റെ ഒരു. തീർച്ചയായും നമ്മളുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. FACT സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ട് അതിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അതുമൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.